ലോകരാഷ്ട്രീയത്തിന്റെ നാഡിയെ നേരിട്ട് സ്പർശിക്കുന്ന ഒരു സംഘർഷമാണ് ഇപ്പോൾ കൂടുതൽ ഗുരുതരഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ആകാശത്ത് മിസൈലുകൾ പൊട്ടിത്തെറിക്കുകയും സമുദ്രത്തിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധം വെറും ആയുധങ്ങളുടെ ഏറ്റുമുട്ടലായി മാത്രം തുടരുന്നില്ല. ആരാണ് യഥാർത്ഥത്തിൽ മുന്നിൽ എന്നതിനേക്കാൾ ലോകത്തിനു മുന്നിൽ ആരാണ് വിജയിയായി തോന്നിക്കുന്നത് എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ നിർണായകമാകുന്നത്. അതുകൊണ്ടുതന്നെ യുദ്ധഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കാൾ വേഗത്തിൽ വിവരങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കാലത്ത് ഓരോ പ്രസ്താവനയും ഒരായുധമായി തന്നെ മാറുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. വൈറ്റ് ഹൌസ് വക്താവ് അന്ന കെല്ലി നടത്തിയ ശക്തമായ പ്രസ്താവനകൾ ഈ സംഘർഷത്തിന്റെ രാഷ്ട്രീയവും മനോവിജ്ഞാനപരവുമായ തലങ്ങളെ തുറന്നുകാട്ടുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിന്റെ വിജയത്തെ ചോദ്യം ചെയ്യുന്ന റിപ്പോർട്ടുകൾക്കെതിരെ അവർ നടത്തിയ പ്രതികരണം വെറും ഒരു വിശദീകരണമല്ല, മറിച്ച് ഒരു പ്രത്യാക്രമണമാണ്. അജ്ഞാത സ്രോതസ്സുകൾ വഴി പ്രചരിക്കുന്ന വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെയും സൈന്യത്തെയും ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് അവർ ആരോപിക്കുമ്പോൾ, യുദ്ധമിപ്പോൾ വിവരങ്ങളുടെ തലത്തിലേക്ക് എത്രമാത്രം മാറിയെന്നതിന്റെ തെളിവാണത്. അമേരിക്കൻ സൈന്യം ഇറാനെതിരെ നിർണായക വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്ന അവകാശവാദം ഉയരുമ്പോൾ അതിനെതിരെ സംശയങ്ങളുയരുന്നതും യുദ്ധത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതും ലോകം വിശ്വസിക്കുന്നത് എന്താണ് എന്നതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ കൂടുതൽ വ്യക്തമായി പ്രകടമാകുന്നു. ഈ സാഹചര്യത്തിൽ ഓരോ വിവരവും, ഓരോ പ്രസ്താവനയും, ഓരോ റിപ്പോർട്ടും തന്നെ യുദ്ധത്തിന്റെ ദിശ മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ളവയായി മാറിയിരിക്കുന്നു. അന്ന കെല്ലിയുടെ വാക്കുകൾ പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഏകദേശം 90% വരെ കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇറാന്റെ നാവികസേന വലിയ തോതിൽ തകർന്നുവെന്നും അവരുടെ ഉൽപ്പാദന സൗകര്യങ്ങളിൽ 2/3 ഭാഗം നശിച്ചിരിക്കുകയാണെന്നും അവകാശപ്പെട്ടു. അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഇറാനുമേൽ ശക്തമായ വ്യോമാധിപത്യം പുലർത്തുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ഏക മാർഗം അമേരിക്കയുമായി കരാറിലെത്തുകയും അവരുടെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ അവകാശവാദങ്ങൾക്കെതിരെ തന്നെ അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ ചില സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. യുദ്ധം പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ അവസാനിക്കില്ലെന്നതാണ് പ്രധാന ആശങ്ക. ട്രംപ് ഭരണകൂടം 2-3 ആഴ്ചയ്ക്കുള്ളിൽ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ശേഷിച്ച ആയുധശേഖരം കണക്കിലെടുക്കുമ്പോൾ അത് യാഥാർത്ഥ്യബോധമില്ലാത്ത ലക്ഷ്യമാണെന്ന് ചില സ്രോതസ്സുകൾ വിലയിരുത്തുന്നു. ഇറാൻ ഇപ്പോഴും ശക്തമായ പ്രതിരോധശേഷി നിലനിർത്തുന്നുവെന്നും അവരുടെ ആയുധശേഷി പൂർണ്ണമായും തകരാത്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ യുദ്ധതന്ത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഭൂഗർഭ സൈനിക അടിസ്ഥാനങ്ങളാണ്. പതിറ്റാണ്ടുകളായി തയ്യാറാക്കിയ തുരങ്കങ്ങളും ഗുഹകളും ഉൾപ്പെടുന്ന വിപുലമായ ശൃംഖലയിലാണ് അവർ മിസൈൽ ലോഞ്ചറുകളും ആയുധശേഖരങ്ങളും ഒളിപ്പിച്ചിരിക്കുന്നത്. ഇതുമൂലം അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്കിടയിലും ഇറാൻ അവരുടെ ആക്രമണശേഷി നിലനിർത്താൻ സാധിക്കുന്നു. മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് വേഗത്തിൽ ആക്രമണം നടത്തുകയും പിന്നീടവ നീക്കുകയും ചെയ്യുന്നത് അവയെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധം വെറും വ്യോമാക്രമണങ്ങളിലൂടെ മാത്രം ജയിക്കാൻ കഴിയില്ലെന്നത് വ്യക്തമാണ്. അതിനാലാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ തുരങ്കപ്രവേശന കവാടങ്ങളും ഭൂഗർഭ സൗകര്യങ്ങളും കൂടുതൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ സങ്കീർണവും അപകടകരവുമായ ദൗത്യമാണ്. സമുദ്രരംഗത്തും സംഘർഷം ശക്തമാണ്. ഇറാന്റെ പരമ്പരാഗത നാവികസേന വലിയ തോതിൽ തകർന്നിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രത്യേക നാവിക വിഭാഗം ഇപ്പോഴും കാര്യമായ ശേഷി നിലനിർത്തുന്നു. ചെറിയ ബോട്ടുകളും ആളില്ലാ ഉപരിതല കപ്പലുകളും ഉപയോഗിച്ച് അവർ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തുന്നു. ആഗോള എണ്ണവ്യാപാരത്തിന്റെ പ്രധാന നാഡിയായ ഈ കടലിടുക്കിൽ സ്ഥിരത നഷ്ടപ്പെട്ടാൽ അതിന്റെ ആഘാതം ലോക സമ്പദ്വ്യവസ്ഥയെ മുഴുവൻ ബാധിക്കും. സെന്റ്കോം നൽകിയ കണക്കുകൾ പ്രകാരം 155-ലധികം ഇറാനിയൻ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ നാവികശേഷി പൂർണ്ണമായും ഇല്ലാതായിട്ടില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളെ ലക്ഷ്യമിടാനുള്ള അവരുടെ കഴിവ് ഇപ്പോഴും നിലനിൽക്കുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഡ്രോണുകളും പ്രോക്സി സേനകളും ഉപയോഗിച്ച് അവർ ഈ ആക്രമണം തുടരാനുമാകുമെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. യുദ്ധത്തിന്റെ മറ്റൊരു പ്രധാന വശം വിവരങ്ങളുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ്. ഒരു വശത്ത് അമേരിക്ക വിജയങ്ങൾ അവകാശപ്പെടുമ്പോൾ
മറുവശത്ത് യുദ്ധം ദീർഘകാലത്തേക്ക് നീളാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നു. യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യവും രാഷ്ട്രീയ പ്രസ്താവനകളും തമ്മിലുള്ള ഈ വ്യത്യാസം അന്താരാഷ്ട്ര സമൂഹത്തിന് യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ചരിത്രത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു പാൻഡോറ ബോക്സ് തുറന്നതുപോലെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ ലോകം വീക്ഷിക്കുന്നത്. ഒരിക്കൽ തുറന്നാൽ അടയ്ക്കാൻ കഴിയാത്ത വെല്ലുവിളികളും അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങളുമാണ് ഈ പെട്ടിയിൽ നിന്നും പുറത്തുവരുന്നത്. ഇത് കേവലം ഒരു രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമോ ആയുധബലത്തിന്റെ പ്രകടനമോ അല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി ഇറാൻ കെട്ടിപ്പടുത്ത ഭൂഗർഭ മിസൈൽ നഗരങ്ങളും അദൃശ്യമായ സൈബർ നെറ്റ്വർക്കുകളും ഡ്രോണുകളുപയോഗിച്ചുള്ള അസമ്മത യുദ്ധമുറകളും ചേർന്ന ഒരു സങ്കീർണമായ വലയാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും പോലുള്ള അതിശക്തരായ ശത്രുക്കളെ നേരിടാൻ ഇറാൻ സ്വീകരിക്കുന്ന ഈ അസമ്മത യുദ്ധമുറകൾ ലോകത്തിലെ പരമ്പരാഗത സൈനിക സങ്കല്പങ്ങളെ മുഴുവൻ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. ഈ പെട്ടിയിൽ നിന്നും പുറത്തുവന്ന സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും വരുംകാലത്ത് ഏതൊരു ചെറിയ രാജ്യത്തിനും വൻശക്തികളെ വെല്ലുവിളിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നത് ആഗോള സുരക്ഷയ്ക്ക് പുതിയൊരു ഭീഷണിയാണ്. ഈ യുദ്ധം എന്നവസാനിക്കും എന്നതിനേക്കാൾ പ്രധാനം ഇത് തുറന്നുവിട്ട പുതിയ തന്ത്രങ്ങളും അദൃശ്യമായ ഭീഷണികളും ലോകക്രമത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നതാണ്. സമാധാനത്തിന്റെ വാതിലുകൾ ഓരോന്നായി അടഞ്ഞുപോകുമ്പോൾ ഇറാൻ തുറന്നിട്ട ഈ യുദ്ധതന്ത്രങ്ങളുടെ പാൻഡോറ ബോക്സ് ലോകത്തിനു മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.